ഗുഡ് ആഫ്റ്റർനൂൺ. വെൽക്കം ടു ഡെയിലി ന്യൂസ് അനാലിസിസ് സെഷൻ. ഇന്നത്തെ DNA സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ആർട്ടിക്കിൾസ് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നോക്കാം. പിന്നെ ഹിന്ദു ന്യൂസ് പേപ്പറിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് 5 ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾസ് ആണുള്ളത്. സോ ഫസ്റ്റ് ആ ഒരു 5 ആർട്ടിക്കിൾസ് നമ്മൾ പ്രോപ്പർലി ഡിസ്കസ് ചെയ്തതിനു ശേഷം ഏറ്റവും ലാസ്റ്റ് നമ്മൾ മാപ്പിംഗ് സീരീസ് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസത്തോട്ട് തുടങ്ങിയതാണ്. അപ്പോൾ ആ മാപ്പിംഗ് സീരീസിൽ പെട്ടത് നമ്മൾ ഒരു PYQ ആയിട്ടൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു ഏരിയയാണ് ബ്ലാക്ക് സീ. അപ്പോൾ ആ ബ്ലാക്ക് സീയുടെ ഈ പറഞ്ഞ രീതിയിൽ നെയ്ബറിംഗ് കൺട്രീസും സോൾവ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഈ ഒരു സെഷൻ വൈൻഡ് അപ്പ് ചെയ്യുന്നത്. നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്സിന് ജസ്റ്റ് ഒരു ഓവർവ്യൂ നമുക്ക് പ്രിഫൈസ് ആയിട്ട് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇന്നത്തെ ഫ്രണ്ട് പേജിൽ ഉണ്ടായിരുന്ന ആർട്ടിക്കിൾ ആണ് RBI cuts repo rate by 0.25%, trims GDP growth forecast എന്നുള്ളതാണ് ആർട്ടിക്കിളിന്റെ ഹെഡ്ലൈൻ ആയിട്ട് വന്നിരിക്കുന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അതുപോലെ പോളിസി റേറ്റുകൾ തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് വന്നിരിക്കുന്ന കാരണം എക്കണോമിക്സിന്റെ പോയിന്റ് ഓഫ് വ്യൂലായിരിക്കും ഈ ഒരു ടോപ്പിക്കിനെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന പ്രധാനമായിട്ടും ഈ റിപ്പോ റേറ്റ് എന്തെന്നുള്ള കാര്യം മനസ്സിലാക്കണം. റിപ്പോ റേറ്റ് അഡ്ജസ്റ്റ്മെന്റിലൂടെ എന്ത് എഫക്ട് ആയിരിക്കും നമ്മുടെ എക്കണോമിയിൽ ഉണ്ടാകാൻ പോകുന്ന കാര്യം പിടികിട്ടണം. അതുപോലെ തന്നെ ഈ ഒരു തീരുമാനം എടുത്തിരിക്കുന്ന RBIയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റിയെ കുറിച്ചിട്ടാണ്. അപ്പോൾ മോണിറ്ററി പോളിസി കമ്മിറ്റിയെ കുറിച്ച് ഇതിനു മുമ്പ് PYQs ഫിലിംസിന് നിങ്ങൾക്ക് ചോദ്യമായിട്ട് വന്നിരിക്കുന്നതൊക്കെ തന്നെ കാണാനായിട്ട് സാധിക്കും PYQs അനലൈസ് ചെയ്യുവാണെങ്കിൽ. അതുകൊണ്ട് മോണിറ്ററി പോളിസി കമ്മിറ്റി, ദെൻ റിപ്പോ റേറ്റ്, ദെൻ ഈ റിപ്പോ റേറ്റിലൂടെ നമ്മുടെ എക്കണോമിയിൽ ഉണ്ടാകുന്ന ഇമ്പാക്റ്റുകൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം മനസ്സിലാക്കണം. ഏറ്റവും ലാസ്റ്റ് കറന്റ് ഇപ്പോൾ RBI അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന ഈ നിലപാടിലൂടെ എന്ത് വ്യത്യാസമായിരിക്കും എക്കണോമിയിൽ ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ അനലൈസ് ചെയ്യേണ്ടത്. അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടും ആ ഒരു ഫസ്റ്റ് ടോപ്പിക്കിൽ നിന്നും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദെൻ രണ്ടാമത്തെ ടോപ്പിക്ക് നമ്മൾ കേരളമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂസ് കൂടിയാണ്. കേരള ആൻഡ് തമിഴ്നാട് ടു കണ്ടക്ട് എ ജോയിന്റ് നീൽഗിരി ഥാർ സെൻസസ് ഫ്രം April 24 എന്നാണ് ആർട്ടിക്കിൾ വന്നിരിക്കുന്നത്. ഇവിടെ നമ്മളൊക്കെ പറഞ്ഞ മൂന്നാറൊക്കെ തന്നെ സന്ദർശിച്ചിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മെയിൻലി അവിടെ ഇരവികുളം നാഷണൽ പാർക്ക് അവിടെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഈ നീൽഗിരി ഥാറിനെ ബേസിക്കലി നമ്മൾ കാണാനായിട്ട് ഇടയായിട്ടുണ്ടാവും. മലയാളത്തിൽ നമ്മൾ അവയെ വരയാടുകൾ എന്നാണ് പറയപ്പെടാറുള്ളത്. ആ ഒരു നീൽഗിരി ഥാറിന്റെ ഇമ്പോർട്ടൻസ് ആണ് സെക്കൻഡ് ആർട്ടിക്കിൾ കൊണ്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ടത്. PYQs ഒക്കെ ആയിട്ട് നമുക്ക് ചോദിച്ചിട്ടുള്ളതുമാണ്, ഇനിയുള്ള പരീക്ഷകളിലും ചോദിക്കാൻ ചാൻസ് ഉള്ളതുമാണ് നീൽഗിരി ഥാറിനെ കുറിച്ചിട്ട്. അപ്പോൾ ആ ഒരു വാർത്തയിൽ നിന്നും നീൽഗിരി ഥാർ എന്നുള്ള ആ ഒരു ആനിമലിനെ കുറിച്ചിട്ടാണ് നമ്മൾ പ്രധാനമായിട്ട് പഠിക്കാനായിട്ട് പോകുന്നത്. ദെൻ തേർഡ് ടോപ്പിക് ഇറ്റ്സ് കണക്റ്റഡ് വിത്ത് ഡിഫൻസുമായിട്ട് കണക്റ്റഡ് ആണ്. ഗവൺമെന്റ് അപ്രൂവ്സ് ₹3,000 crore ഡീൽ ഫോർ പ്രൊക്യൂറിംഗ് റഫേൽ ജെറ്റ്സ് എന്നുള്ളതാണ് ആർട്ടിക്കിളിന്റെ ഹെഡിങ് ആയിട്ട് മാറിയിരിക്കുന്നത്. റഫേൽ M ആണ്. M എന്ന് ഉദ്ദേശിക്കുന്ന മറൈൻ കേട്ടോ. അപ്പം റാഫേൽ വിമാനങ്ങൾ ഓൾറെഡി നമ്മുടെ എയർഫോഴ്സിന്റെ ഭാഗത്തുണ്ട്. അതിന്റെ മറൈൻ വേർഷൻ നമ്മളിപ്പോൾ നേവിയുടെ ആവശ്യങ്ങളുണ്ട്, നേവിക്ക് വേണ്ടിയിട്ട് പറഞ്ഞ ഇതിൽ പ്രൊക്യൂർ ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് വാർത്ത വന്നിരിക്കുന്നത്. അപ്പൊ എനിവേ അവിടെ നമ്മൾ ആദ്യം തന്നെ പഠിക്കാൻ പോകുന്ന റഫേൽ M ജെറ്റ് വിമാനങ്ങളെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഈ ഒരു അപ്രൂവൽ മീൻസ് ഇത്രയും ആ ഒരു തുകയുടെ അപ്രൂവൽ കൊടുത്തിരിക്കുന്നത് ഡിഫൻസ് അക്വിസിഷൻ കൗൺസിലാണ്. അപ്പോൾ ഡിഫൻസ് അക്വിസിഷൻ കൗൺസിലിനെ കുറിച്ചിട്ട് നമുക്ക് ആ ഒരു ആർട്ടിക്കിൾ പ്രകാരം പഠിച്ചിരിക്കേണ്ടതായിട്ടുണ്ട്. ദെൻ ഫോർത്ത് ടോപ്പിക് സ്കീമുമായിട്ട് റിലേറ്റഡ് ആണ്. ന്യൂ സ്കീം ടു മോഡേണൈസ് ഇറിഗേഷൻ നെറ്റ്വർക്ക് ഗെറ്റ്സ് ക്യാബിനറ്റ് നോട്ട്. ഓൾറെഡി ശരിക്കും പറഞ്ഞത് പുതിയ സ്കീം അല്ല, ഓൾറെഡി നമ്മളിവിടെ റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഇറിഗേഷൻ മേഖലയിൽ നമ്മൾ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരാനായിട്ട് ഗവൺമെന്റ് 2015 കൊണ്ടുവന്നൊരു സ്കീമുണ്ട്, പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന. അപ്പൊ കൃഷി സിഞ്ചായി യോജനയിൽ ഒരു സബ് സ്കീം ആയിട്ട് പുതിയത് കൊണ്ടുവരാൻ പോകുന്നു എന്നുള്ളതാണ് വാർത്ത വന്നിരിക്കുന്നത്. അപ്പം ആ ഒരു ടോപ്പിക്കിൽ നമ്മൾ പ്രധാനമായിട്ടും പഠിക്കാൻ പോകുന്ന PM കൃഷി സിഞ്ചായി യോജനയെ കുറിച്ചിട്ടാണെന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. ഇറ്റ്സ് കണക്റ്റഡ് വിത്ത് ഗവർണൻസ്. ദെൻ ഫിഫ്ത്ത് ടോപ്പിക് സയൻസുമായിട്ട് ബന്ധപ്പെട്ടാണ്. ചാർജർ വാട്ടർ മേക്സ് സ്മോളർ സ്പ്ലാഷ്. അപ്പൊ ആ ഒരു ടോപ്പിക്ക് നമുക്ക് നേരെ വിശദമായിട്ട് നോക്കാം. ലാസ്റ്റ് നമ്പറിംഗ് ഞാൻ അവിടെ മാറിപ്പോയി, ഇത് കഴിഞ്ഞിട്ട് 6 ആയിരുന്നു വരേണ്ടത്, സോറി. സോ ഒരു 6 ആണ് നമ്മൾ മാപ്പിംഗ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോ ആർട്ടിക്കിൾസിൽ കിടക്കാം. സോ ഫസ്റ്റ് വൺ, RBI cuts repo rate by 0.25%, trims GDP growth forecast. അപ്പോൾ ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം എന്നുള്ളത് ഓൾറെഡി ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അത് ആ ഒരു ഡീറ്റെയിൽ കിടക്കുന്നില്ല, ഓരോ ടോപ്പിക്കിലേക്ക് 1 by 1 ആയിട്ട് ഞാൻ കിടക്കുകയാണ്. സോ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് RBIയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി. RBIയുടെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ തന്നെ എടുക്കുന്നത് ഈ മോണിറ്ററി പോളിസി കമ്മിറ്റിയാണ്. ഇപ്പോൾ ഇവിടെ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് പിക്ചറിൽ കാണാൻ സാധിക്കുന്നത് ഇതിൽ ഓൾമോസ്റ്റ് സെൻട്രലാണ്. 4 പേരെ നമുക്ക് കൃത്യ സെന്റർ എന്ന് പറയാൻ പറ്റത്തില്ല, ബട്ട് ഓൾമോസ്റ്റ് സെൻട്രൽ നിൽക്കുന്ന ആളാണ് നമ്മുടെ കറന്റ് RBIയുടെ ഗവർണർ ആയിട്ടുള്ള ആൾ. ഒരു പക്ഷേ നിങ്ങൾ വാർത്തയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. സഞ്ജയ് മൽഹോത്ര എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പോൾ അത് ഓർത്തിരിക്കാം, ചെറിയ എക്സാംസിനൊക്കെ വേണമെങ്കിൽ നമുക്ക് പ്രാധാന്യം അറിയിച്ചേക്കാം. RBIയുടെ കറന്റ് RBI ഗവർണർ 26th RBI ഗവർണറാണ് സഞ്ജയ് മൽഹോത്ര. ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന 25th RBI ഗവർണർ ആയിരുന്നു ശക്തികാന്ത ദാസ്. ഓക്കെ, ശരി. മോണിറ്ററി പോളിസി കമ്മിറ്റി ശരിക്കും പറഞ്ഞാൽ എന്തിനാണ് ഇവിടെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്? 2016 ഇത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. അപ്പോൾ പണ്ട് മുതൽ ഇല്ലായിരുന്നു എന്നുള്ള കാര്യം ഓർക്കുന്നത്. 2016 ബൈ ദ അമെന്റ്മെന്റ് ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് 1934, RBI ആക്ട് 1934 അമെന്റ് ചെയ്തതിലൂടെ നമ്മൾ കൊണ്ടുവന്ന ഫിനാൻസ് ആക്ട് 2016 കൊണ്ടുവന്നതാണ് മോണിറ്ററി പോളിസി കമ്മിറ്റി. എന്തിനാണ് ഇവ കൊണ്ടുവന്നത് ചോദിച്ചാൽ പുതിയ ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് പോളിസി ഫ്രെയിംവർക്ക് നടത്താനായിട്ടാണ്. അപ്പോൾ ഈ മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ ഭാഗമായിട്ടാണ് കറന്റ് നമ്മുടെ നാട്ടിലെ വിലക്കയറ്റത്തിന് ഇൻഫ്ലേഷന്റെ ടാർഗറ്റ് ലെവൽ എന്ന് പറയുന്നത് 2 മുതൽ 6% അതിലെ നമ്മൾ അതിനെ 4% +or-2% എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ഈ ഒരു ടാർഗറ്റ് ലെവൽ ഇന്ത്യക്ക് നോക്കുവാണെങ്കിൽ നമ്മളൊരു പിൻ പോയിന്റ് ലെവൽ അല്ല, ഒരു ഫ്ലെക്സിബിൾ റേറ്റ് പറയുന്നത് 2 to 6%, 2 മുതൽ 6% ഇടയിൽ നിന്നാൽ മതി. ഇതിന് പറയുന്നവരാണ് ഫ്ലെക്സിബിൾ ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് എന്ന് പലപ്പോഴും പറയാറുണ്ട്. അപ്പൊ ഈ ഇൻഫ്ലേഷൻ ടാർഗറ്റ് ലെവലിനുള്ളിലാണോ കറന്റ് നമ്മുടെ രാജ്യത്തെ ഇൻഫ്ലേഷൻ ഉള്ള കാര്യമൊക്കെ തന്നെ തീരുമാനിക്കുക. അതിനല്ല എങ്കിൽ അതിനനുസരിച്ച് കറക്ഷൻ മെഷറുകൾ സ്വീകരിക്കുക തുടങ്ങിയതൊക്കെയാണ് മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങളായിട്ട് പറയപ്പെടുന്നത്. എനിവേ ഈ RBI ആക്ട് 1934 പ്രകാരം സെൻട്രൽ ഗവൺമെന്റ് ആണ് ഇത് കോൺസ്റ്റിറ്റ്യൂട്ട് എന്നുള്ള കാര്യം
കാര്യം ഓർക്കണം. സെൻട്രൽ ഗവൺമെന്റ് ഇസ് എംപവർഡ് ടു കോൺഷ്യസ് കമ്മിറ്റി. ഇറ്റ്സ് എ 6-member കമ്മിറ്റി. 6 അംഗങ്ങളാണ് ഉള്ളതെന്നുള്ള കാര്യം ഓർക്കുക. റൈറ്റ്സിൽ ഞാൻ കാണിച്ചിരിക്കുന്ന പിക്ചറിനകത്ത് 4 പേരേ ഉള്ളൂ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബട്ട് 6-member കമ്മിറ്റിയാണ്. ആ 6 മെമ്പേഴ്സിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 3 പേര്, 6 പേരിനകത്ത് 3 പേര് ഗവൺമെന്റ് നോമിനേറ്റ് ചെയ്യുന്ന ആളുകളായിരിക്കും. ബാക്കി 3 പേര് RBയുടെ ഭാഗം എന്നുള്ള ആളായിരിക്കും, ഇൻക്ലൂഡിംഗ് RB ഗവർണർ. അപ്പൊ RB ഗവർണർ ഉൾപ്പെടെ 3 പേരായിരിക്കും RBയുടെ ഭാഗത്ത് വരുന്നത്. ഇതിൽ ഈ ഒരു കമ്മിറ്റിയുടെ ചെയർമാൻ പ്രത്യേകിച്ച് ആരും ആക്കേണ്ട കാര്യമില്ല. ഹി ഓർ ഷി വിൽ ബി എക്സ് ഒഫീഷ്യോ RB ഗവർണർ ആയിരിക്കും. RB ഗവർണറാണ് എക്സ് ഒഫീഷ്യോ ഈ മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ ചെയർമാൻ എന്നുള്ള കാര്യം ഓർക്കാം. ആൻഡ് എവറി ഡിസിഷൻസ് ടേക്കൺ ബൈ മോണിറ്ററി പോളിസി കമ്മിറ്റി വിൽ ബി ബേസ്ഡ് ഓൺ ദ വോട്ടിംഗ് മെത്തേഡിലൂടെ ആയിരിക്കും ഡിസിഷൻസ് എടുക്കുക. അവിടെ 6 പേര് വോട്ട് എടുക്കുക എന്ന് പറയുമ്പോൾ ഇപ്പൊ തന്നെ നിങ്ങളുടെ മനസ്സിൽ സംശയം വന്നേക്കാം. 3-3 എന്നുള്ള ഒരു ഈക്വൽ സ്റ്റാൻഡ് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാം? 3 പേര് അനുകൂലിച്ച് ഒരു നിലപാടെടുക്കുന്നു, 3 പേര് അതിനോട് എതിർത്ത് നിലപാടെടുക്കുന്നു. അങ്ങനെയെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ, ടൈ സിറ്റുവേഷൻ വരികയാണെങ്കിൽ ഏത് നിലപാടിനോടൊത്താണോ RB ഗവർണർ നിൽക്കുന്നത് അതായിരിക്കും അവിടെ പാസ്സാകാൻ പോകുന്നത്. അതുകൊണ്ട് ഈ പറഞ്ഞ രീതിയിൽ വീറ്റോ വോട്ട് ഒന്നും ഇല്ല. വീറ്റോ വോട്ട് ഒന്നും RB ഗവർണർക്ക്, വീറ്റോ വോട്ട് എന്ന് പറഞ്ഞാൽ RB ഗവർണർ ചെയ്യുന്നത് അല്ലെങ്കിൽ നിലപാട് വേണ്ട എന്ന് പറഞ്ഞാൽ വേണ്ട, അങ്ങനെയൊക്കെയുള്ള നിലപാടൊന്നുമില്ല. RBക്ക് ചിലപ്പോൾ ഈ പറഞ്ഞ 4:2 എന്നുള്ള ഒരു പ്രൊപ്പോർഷനാണ് പാസ് എന്ന് വിചാരിച്ചു. ഒരു പർട്ടിക്കുലർ ഡിസിഷൻ യെസ് പറഞ്ഞ 4 പേരും, നോ പറഞ്ഞ 2 പേരും. ഈ നോയുടെ കൂട്ടത്തിലാണ് ഈവൻ ദോ RB ഗവർണർ നിന്നെങ്കിൽ പോലും ഇവിടെ 4:2 4 മജോറിറ്റി ഉള്ളതുകൊണ്ട് ഈ യെസ് എന്നുള്ള ഡിസിഷൻ ആയിരിക്കും അവിടെ പാസ്സാകാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ RB ഗവർണർക്ക് വീറ്റോ വോട്ട് ഒന്നും ഇല്ലെന്നുള്ള കാര്യം ഓർക്കുക. ഒരു കാസ്റ്റിംഗ് വോട്ട് പോലെയുണ്ട്. ലൈക്ക് പറയുമ്പോൾ ടൈ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഏതാണോ RB ഗവർണർ നിന്ന തീരുമാനം അതായിരിക്കും അവിടെ പാസ്സാകാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ കാര്യം ഓർത്തിരിക്കണം കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഓർക്ക് അപ്പോയിന്റ് ചെയ്യുന്ന സെൻട്രൽ ഗവൺമെന്റ് ആണ്. ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ടാസ്ക് ആണ് പോളിസി ബെഞ്ച്മാർക്ക് റേറ്റ് ആയ റിപ്പോ നിരക്കുകളൊക്കെ തന്നെ തീരുമാനിക്കുക എന്നുള്ളത്. അപ്പോൾ ചോദ്യം വന്നേക്കാം, എന്താണ് റിപ്പോ നിരക്കുകൾ? റിപ്പോ നിരക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നോർമലി നമ്മൾ ബാങ്കുകളിൽ പോയിട്ട് നമുക്ക് ലോൺ എടുക്കാൻ പറ്റുമല്ലോ. എന്തെങ്കിലും ഒരു കൊളാറ്ററൽ, ഇപ്പൊ നമ്മുടെ പേരിലുള്ള ഒരു സ്ഥലമാകാം, അല്ലെങ്കിൽ ഒരു വാഹനമാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കൈൻഡ് ഓഫ് അസറ്റ് ആയിക്കോട്ടെ, അത് കൊടുത്തിട്ട് നമുക്ക് തുല്യമായിട്ടുള്ള രീതിയിലുള്ള ലോൺ വേണമെങ്കിൽ ബാങ്കിൽ നിന്ന് പ്രൊക്യൂർ ചെയ്യാനായിട്ട് സാധിക്കും. ഇതേപോലെ തന്നെ ബാങ്കുകൾക്ക് എന്തെങ്കിലും പൈസയ്ക്ക് ആവശ്യം വന്നു കഴിഞ്ഞാൽ അവർക്ക് ആരെ സമീപിക്കാൻ പറ്റും? RBയെ സമീപിക്കാൻ പറ്റും. ആ ടൈമിൽ ബാങ്കുകൾക്ക് RBI ലോൺ കൊടുക്കും വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ കൊളാറ്ററൽ സബ്മിറ്റഡ് ബൈ ബാങ്ക്സ്. ബാങ്ക് നമ്മൾ ഞാൻ പറഞ്ഞ എക്സാമ്പിളിലൂടെ നമ്മൾ ബാങ്കിൽ ലോൺ എടുക്കാൻ പോകുമ്പോൾ നമ്മൾ എന്തെങ്കിലും കൊളാറ്ററൽ കൊടുക്കുകയല്ലേ, എന്നതുപോലെ തന്നെ ബാങ്കുകൾ RBയുടെ അടുത്ത് ലോൺ എടുക്കാൻ പോകുമ്പോൾ ഒരു കൊളാറ്ററൽ കൊടുക്കുകയാണെങ്കിൽ ആ കൊളാറ്ററലൈസ്ഡ് ആയിട്ട് രീതിയിൽ RBI ബാങ്കുകൾക്ക് ലോൺ കൊടുക്കും. ആ ലോണിന് RBI ഈടാക്കുന്ന പലിശ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റിന് പറയുന്ന പേരാണ് റിപ്പോ റേറ്റ്. സോ ഒറ്റ വാക്കിൽ പറയുവാണെങ്കിൽ റിപ്പോ റേറ്റ് ഇസ് എ റേറ്റ് ചാർജ്ഡ് ബൈ RBI or the central bank for the banks, towards the bank for giving them collateralized short-term loans. കൊളാറ്ററലൈസ്ഡ് ആയിട്ടുള്ള ഷോർട്ട് ടേം ലോണുകൾ RBI ബാങ്കുകൾക്ക് കൊടുക്കുമ്പോൾ അതിന്മേൽ ചാർജ് ചെയ്യുന്ന പലിശയുടെ പേരാണ് റിപ്പോ നിരക്കുകൾ. അപ്പോൾ പലിശ നിരക്ക് കൂട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? ഇപ്പോൾ ബാങ്കുകളാണെങ്കിൽ പലിശ നിരക്കുകൾ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് പോയി എളുപ്പം ലോൺ എടുക്കാൻ പറ്റുമോ? ഇല്ല. ലോൺ എടുത്താൽ തന്നെ നമ്മുടെ ലോണിന്റെ ഭാരം വർദ്ധിക്കും. ഭാരം വർദ്ധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പലിശ നമ്മൾ കൂടുതൽ കൊടുക്കേണ്ടി വന്നേക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ അധികം ആളുകൾ ലോൺ എടുക്കത്തില്ല. നേരെ തിരിച്ച് ബാങ്കുകൾ പലിശയുടെ നിരക്ക് കുറച്ചാലോ നമ്മുടെ ലോണിന്റെ ഭാരം അഥവാ പലിശ കുറയുകയും ചെയ്യും. ആളുകൾ കൂടുതലും ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാനായിട്ട് സാധിക്കും. ഇതേ പ്രക്രിയ തന്നെയാണ് RBI ചെയ്യുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ മോണിറ്ററി പോളിസി കമ്മിറ്റി. Whenever RBI increases its policy benchmark rate of repo rate, എപ്പോഴാണോ RBI റിപ്പോ നിരക്കുകൾ വർദ്ധിപ്പിക്കുന്നത്, at that time banks will face it as costlier to procure loans from RBI. ബാങ്കുകൾക്ക് RBIയുടെ കയ്യിൽ നിന്ന് ലോണുകൾ പ്രൊക്യൂർ ചെയ്യുന്നത് കോസ്റ്റ്ലി ആയിട്ട് മാറും. തൽഫലമായിട്ട് ബാങ്കുകൾ എന്ത് ചെയ്യും? They will tend to procure less loans from RBI. അധികം ലോണുകൾ അവർ RBIയുടെ കയ്യിൽ നിന്ന് പ്രൊക്യൂർ ചെയ്യത്തില്ല. അങ്ങനെ വന്നു കഴിയുമ്പോഴേക്കും നാട്ടിലെ എക്കണോമിയിൽ പൈസയുടെ അളവ് നോർമലി ഈ പറഞ്ഞ റെഡ്യൂസ് ചെയ്യാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ എപ്പോഴാണോ RBIക്ക് എക്കണോമിയിലെ പൈസയുടെ അളവ് കുറയ്ക്കേണ്ടി വരിക, RBI will tend to increase its repo rate. അപ്പോൾ എക്കണോമിയിലെ പൈസയുടെ അളവ് കുറയ്ക്കണമെങ്കിൽ RBI എന്ത് ചെയ്യും? റിപ്പോ നിരക്കുകൾ ഉയർത്തും. അതിന്റെ ഒരു മെത്തഡോളജിയാണ്, അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നുള്ളതാണ് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതിന് ഓപ്പോസിറ്റ് കണ്ടീഷൻ ആയിരിക്കും RBI റിപ്പോ നിരക്കുകൾ കുറയ്ക്കുമ്പോൾ ചെയ്യുന്നത്. അപ്പോൾ RBI റിപ്പോ നിരക്കുകൾ കുറച്ചു കഴിഞ്ഞാൽ ബാങ്ക്സ് വിൽ ഫൈൻഡ് ഇറ്റ് ആസ് യൂസ്ഫുൾ, ദേ വിൽ ഫൈൻഡ് ആസ് ഹെൽപ്ഫുൾ. ഒരു വളരെ എളുപ്പമായിട്ട് അവർക്ക് തോന്നും, അല്ലെങ്കിൽ അവർക്ക് സന്തോഷമായിരിക്കും. കാരണം പലിശ നിരക്കുകൾ കുറഞ്ഞല്ലോ, വിച്ച് മീൻസ് ദെയർ ലോൺസ് വിൽ ബി ബിക്കമിങ് ലെസ് കോസ്റ്റ്ലിയർ ആയിട്ട് മാറുകയും ചെയ്യും. അതുവഴി അവർക്ക് ഒരുപാട് ലോണുകൾ RBIയുടെ കയ്യിൽ നിന്ന് എടുക്കാനായിട്ട് സാധിക്കും, ചെലവ് കുറഞ്ഞെടുക്കാനായിട്ട് സാധിക്കും. വിച്ച് മീൻസ് എക്കണോമിയുടെ മണി സപ്ലൈ ഇൻക്രീസ് ചെയ്യും. സോ ഇഫ് RBI want to increase the money supply in the economy, RBI will be tending to lower its repo rate. RBI എക്കണോമിയിൽ മണി സപ്ലൈ വർദ്ധിക്കണമെങ്കിൽ RBI എന്ത് ചെയ്യും? റിപ്പോ നിരക്കുകൾ കുറച്ചാൽ മതി. ഇനി നിങ്ങൾക്ക് പറയാൻ സാധിക്കും, ഇപ്പോൾ RBI ചെയ്തതിലൂടെ എന്തായിരിക്കും RBI ഉദ്ദേശം? RBI കട്ട്സ് റിപ്പോ റേറ്റ് ബൈ 0.25% എന്ന് പറയുമ്പോഴേക്കും അവിടെ ലക്ഷ്യം വേറൊന്നുമല്ല, എക്കണോമിയിലേക്കുള്ള പൈസയുടെ അളവ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് RBI തീരുമാനം എടുത്തിരിക്കുന്നത്. ഇതിന് പറയുന്ന പേരാണ് അക്കോമഡേറ്റീവ് മോണിറ്ററി പോളിസി, അല്ലെങ്കിൽ എക്സ്പാൻഷണറി മോണിറ്ററി പോളിസി എന്ന് പറയാറുണ്ട്. ഈ ഒരു RBIയുടെ നീക്കത്തിന് പറയുന്നവരാണ് എക്സ്പാൻഷണറി മോണിറ്ററി പോളിസി, അല്ലെങ്കിൽ ഇതിന് മറ്റൊരു സ്റ്റാൻഡ് പറയാറുണ്ട്, അക്കോമഡേറ്റീവ് സ്റ്റാൻഡ് എന്നും പറയാറുണ്ട്. അപ്പൊ ഇത്ര നാളും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ RBI ഗവർണർ, ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പം 26ാമത്തെ RBI ഗവർണറാണ് സഞ്ജയ് മൽഹോത്ര. ഇദ്ദേഹം ചാർജ് എടുത്തതിന് ശേഷമുള്ള രണ്ടാമത്തെ റേറ്റ് കട്ടാണ്. ഇതിനു മുമ്പ് ഈ പറഞ്ഞ ഇത് ഫെബ്രുവരി മാസങ്ങളിലായിട്ട് ഒന്ന് റേറ്റ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, വീണ്ടും അന്ന് ആ ടൈമിൽ റിപ്പോ നിരക്കുകൾ കുറച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ രണ്ടാമത്താണ് ഇദ്ദേഹത്തിന്റെ കാലയളവിൽ കുറച്ചിരിക്കുന്നത്. ബട്ട്
ഇതിനു മുമ്പുണ്ടായിരുന്ന ആർ ബി ഗവർണറായിരുന്ന ശക്തികേന്ദ്ര ദാസ്, അദ്ദേഹത്തിന്റെ കാലയളവിൽ നമ്മൾ ഒരു ന്യൂട്രൽ സ്റ്റാൻഡ് എടുത്തിരുന്നത്. ന്യൂട്രൽ സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ റിപ്പോ നിരക്കുകൾ മാറ്റാറുണ്ടായിരുന്നില്ല, പൊതുവിൽ അത് തന്നെയായിട്ട് കീപ്പ് അപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ ഒരു അക്കോമഡേറ്റീവ് സ്റ്റാൻഡാണ് ആർ ബി സ്വീകരിച്ചിരിക്കുന്നത്. ഇതിലൂടെ ഉണ്ടാകുന്ന ഗുണം എന്താ വെച്ചാൽ എക്കണോമിയിലേക്ക് കൂടുതൽ പൈസ വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അതുവഴി ഈ പറഞ്ഞ ഇതിൽ ലോണിന്റെയൊക്കെയാണ് പലിശ നിരക്കുകൾ കുറയും. കാരണം പലിശ നിരക്ക് ഓട്ടോമാറ്റിക്കലി ഇപ്പൊ ലോവർ ചെയ്യുക, അപ്പൊ ലോണിന്റെയൊക്കെയാണ് പലിശ നിരക്കുകൾ കുറയും. അത് ഒരു പക്ഷേ നമ്മുടെ രാജ്യത്തെ ഹൗസ് ഹോൾഡിന് നല്ലൊരു ശുഭവാർത്തയാണ്. ബിക്കോസ് ഹൗസ് ഹോൾഡിനെ സംബന്ധിച്ച് നല്ലൊരു എമൗണ്ട് ബാങ്കുകളിലൊക്കെ തന്നെ ലോണുകളൊക്കെ അടയ്ക്കുന്ന നല്ലൊരു വിഭാഗം ആളുകളുണ്ടാവും. അപ്പോൾ അവരെ സംബന്ധിച്ച് ഇ എം ഐയിലൊക്കെ തന്നെ ആ വേരിയേഷൻ റിഡക്ഷൻ ഉണ്ടാകാനുള്ള ചാൻസസ് വളരെ വളരെ കൂടുതലാണ്. പക്ഷേ ഇവിടെ ഉണ്ടാകാൻ പോകുന്ന ഒരു നെഗറ്റീവ് ഇമ്പാക്ട് എന്തായിരിക്കും വെച്ച് കഴിഞ്ഞാൽ എക്കണോമിയിലേക്കുള്ള മണി സപ്ലൈ വർദ്ധിക്കും. മണി സപ്ലൈ വർദ്ധിക്കുമ്പോഴേക്കും ഇപ്പൊ ഹൗസ് ഹോൾഡ്സിനാണെങ്കിലും ഇപ്പൊ നേരത്തെ 1500 രൂപ ഇ.എം.ഐ കൊടുത്തുകൊണ്ടിരുന്ന ആളെ സംബന്ധിച്ച് വേണമെങ്കിൽ അത് 1400 രൂപയോട് കുറയും. അപ്പൊ 100 രൂപ ആളുടെ കയ്യിലേക്ക് ഇനി എക്സ്ട്രാ വരാനായിട്ട് തുടങ്ങും. ആ 100 രൂപ എക്സ്ട്രാ വരാൻ തുടങ്ങി കഴിയുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്തേക്കാം, ഹൗസ് ഹോൾഡിന്റെ എക്സ്പെൻഡിച്ചർ വർദ്ധിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അവർ കൂടുതലും സാധനങ്ങളൊക്കെ തന്നെ ഡിമാൻഡ് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട് എക്കണോമിയിൽ. സോ അങ്ങനെ വന്നു കഴിയുമ്പോഴേക്കും എക്കണോമിയിൽ ഒരു ഇൻഫ്ലേഷണറി സിറ്റുവേഷൻ ഇനി വരും ദിവസങ്ങളിലായിട്ട് നമുക്ക് കാണേണ്ടതായിട്ട് വന്നേക്കാം. ബട്ട് നോർമലി അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ആർ ബി ഐ അവരുടെ GDP നിരക്കുകൾ, നമ്മുടെ രാജ്യത്തിന്റെ GDP നിരക്കുകൾ മീൻസ് ഇൻക്രീസ് ചെയ്താണ് ഫോർകാസ്റ്റ് ചെയ്യാറുള്ളത്. പക്ഷെ ഇവിടെ നമ്മൾ GDP ഗ്രോത്ത് റേറ്റ് ട്രിം ചെയ്യുക ചെയ്തത്. ട്രിം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറയ്ക്കാണ് പ്രൊഡിക്ട് ചെയ്തിട്ടുള്ളത്. അധികം വളരെ ചാൻസ് ഇല്ല. 6.5, നേരത്തെ 6.7 പറഞ്ഞത് ഈ വർഷം 6.5 വളരാൻ ചാൻസ് ഉള്ളൂ എന്നാണ് ആർ ബി പറയുന്നത്. അതിന് കാരണമായിട്ട് പറഞ്ഞത് വേറൊന്നുമല്ല, ഇപ്പൊ നമ്മൾ ഗ്ലോബൽ ലെവലിൽ കുറെ അൺസർട്ടനിറ്റീസ് നടക്കുന്നുണ്ടല്ലോ. ഇപ്പൊ US-ന്റെ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ ആ US-ന്റെ ഒക്കെ തന്നെ ആ ഒരു അൺസർട്ടനിറ്റിക്ക് മൂലം ഗ്ലോബൽ എക്കണോമിയിലുള്ള അൺസർട്ടനിറ്റി ഒരുപക്ഷെ നമ്മളെ ബാധിച്ചേക്കാം. അതിന്റെ ഭാഗമായിട്ട് ഗ്രോത്ത് റേറ്റ് ഇപ്പോൾ ആർ ബി ഇവിടെ ലോവർ ചെയ്തിരിക്കുന്ന കാര്യം ഓർത്ത് വെച്ചേക്കാം കേട്ടോ. ഇത്രയാണ് ഈ ഒരു ആർട്ടിക്കിളിൽ നിന്ന് നമ്മൾ ഇൻഡയറക്ട്ലി ഒക്കെ തന്നെ പഠിക്കേണ്ടത്. അതായത് ആർട്ടിക്കിൾ ആശ്രയിച്ച് കുറച്ചേ ഉള്ളൂ, ബട്ട് അതിൽ ഉൾപ്പെടുത്തി റിപ്പോ റേറ്റ് പഠിക്കണം, മോണിറ്ററി പോളിസി കമ്മിറ്റിയെ കുറിച്ച് പഠിക്കണം, ആർ ബി ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്ത് എഫക്റ്റ് ആയിരിക്കും എക്കണോമിയിൽ ഉണ്ടാകുന്നുള്ള കാര്യം പഠിക്കണം, ഗ്രോത്തിന് എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ പഠിച്ചിരിക്കണം. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനായിട്ടുള്ള ആർട്ടിക്കിൾ തന്നെയായിരുന്നു. ഞാൻ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ദെൻ മൂവിംഗ് ഓൺ ടു സെക്കൻഡ് ആർട്ടിക്കിൾ. ഇവിടെ തൊട്ട് പുറകിൽ ഞാൻ അക്കോമഡേറ്റീവ് പോളിസിയുടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, പിന്നെ അത് ഇതാക്കാതെ. കാരണം അക്കോമഡേറ്റീവ് മോണിറ്ററി പോളിസി എന്താണെന്നുള്ള കാര്യം നമ്മൾ റിസ്ക് ഓൾസോ കോൾഡ് ഈസ് മോണിറ്ററി പോളിസി, ലൂസ് പോളിസി എന്നൊക്കെ പറയുന്നതാണ്. അല്ലെങ്കിൽ എക്സ്പാൻഷണറി പോളിസി എന്ന് പറയുന്നത് അക്കോമഡേറ്റീവ് സ്റ്റാൻഡ് തന്നെയാണ്. പലിശ നിരക്കുകൾ കുറയ്ക്കുക, ലോവറിംഗ് ഓഫ് ഷോർട്ട് ടേം ഇൻട്രസ്റ്റ് റേറ്റ്സ്. ഓക്കെ, so moving on to second article, Kerala and Tamil Nadu to conduct joint Nilgiri Thar census from April 22. അപ്പം ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ആർട്ടിക്കിൾ നമ്മൾ പഠിക്കേണ്ട നീൽഗിരി ധാറിനെ കുറിച്ചിട്ടാണ്, അവയുടെ പ്രത്യേകതയെ കുറിച്ചാണ് പഠിക്കേണ്ടത്. ഈ റൈറ്റ് സൈഡിൽ നിങ്ങൾ കാണുന്ന കുറച്ചുകൂടെ ആഡ് ചെയ്തതാണ് ക്ലാരിറ്റി കിട്ടാനായിട്ട്. നീൽഗിരി താർ ഒരുപക്ഷെ ഞാൻ പറഞ്ഞ പോലെ മൂന്നാറിലെ ഇരവികുളം നാഷണൽ പാർക്കിലൊക്കെ സന്ദർശിച്ചിട്ടുള്ള ആളുകളാണെങ്കിൽ ഇത് കണ്ടിട്ടുണ്ടാവും. ഈ വരയാടുകളെ മെയിൻലി അവിടെ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, ശരി. നീൽഗിരി താർ ലോക്കലി നോൺ ആസ് വരയാട്. ഇറ്റ്സ് എ സ്റ്റേറ്റ് ആനിമൽ ഓഫ് തമിഴ്നാട്. തമിഴ്നാടിന്റെ സ്റ്റേറ്റ് ആനിമൽ ആണ് വരയാടുകൾ അല്ലെങ്കിൽ നീൽഗിരി താർ എന്നുള്ള കാര്യം ഓർക്കണം. ഇറ്റ്സ് ഓൺലി മൗണ്ടൻ ആൻഗുലേറ്റ് ഇൻ സദേൺ ഇന്ത്യ ആൻഡ് അമോങ് ദ 12 സ്പീഷീസ് ഫൗണ്ട് ഇൻ ഇന്ത്യ. അപ്പം താർ സ്പീഷീസിൽ പെടുന്ന ഏകദേശം 12 സ്പീഷീസുകൾ നമ്മുടെ ഇവിടെ ഉണ്ട്. അതിൽ ഓൺലി മൗണ്ടൻ ആൻഗുലേറ്റ് എന്ന് വിളിക്കുന്ന സദേൺ ഇന്ത്യയിൽ കാണുന്നതാണ് ഈ ഒരു നീൽഗിരി താർ എന്നുള്ള കാര്യം ഓർക്കുക. IUCN കൺസർവേഷൻ സ്റ്റാറ്റസ് പ്രകാരം എൻഡേഞ്ചേർഡ് പട്ടികയിലാണ് കിടക്കുന്നത്. ഓക്കെ, അപ്പൊ അധികം നമ്പേഴ്സ് ഇല്ല. വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 ഇന്ത്യയുടെ കൺസർവേഷൻ ലിസ്റ്റ് ആണ്. അതിൽ ഷെഡ്യൂൾ 1 മോസ്റ്റ് ഇമ്പോർട്ടൻസ് നമ്മൾ അവയ്ക്ക് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവയെ വേട്ടയാടി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ശിക്ഷയായിരിക്കും കിട്ടാനായിട്ട് പോകുന്നത്. ദെൻ ഡിസ്ട്രിബ്യൂഷൻ പറയുകയാണെങ്കിൽ എൻഡമിക് ടു സദേൺ പാർട്ട് ഓഫ് വെസ്റ്റേൺ ഗാർഡ്സ്. ഇവയെ പ്രധാനമായിട്ടും കാണപ്പെടുന്ന വെസ്റ്റേൺ ഗാർഡ്സിന്റെ സദേൺ പാർട്ടിലേക്കാണ്, എൻഡമിക് ആണെന്നുള്ള കാര്യം ഓർക്കുക. വിച്ച് ഫോൾസ് ഇൻ ദ സ്റ്റേറ്റ്സ് ഓഫ് കേരള ആൻഡ് തമിഴ്നാട്ടിലാണ് കൂടുതലും കാണുന്നത്. ദെൻ ഇവയുടെ ഹയസ്റ്റ് ഡെൻസിറ്റി എന്ന് പറയുന്നത് എവിടെയാണ്? ഇരവികുളം നാഷണൽ പാർക്കിലാണ്. ഞാൻ പറയാം മൂന്നാറിനൊക്കെ അടുത്ത് പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന ഇരവികുളം നാഷണൽ പാർക്ക് ആൻഡ് ഹാസ് എ ഹയസ്റ്റ് ഡെൻസിറ്റി ആൻഡ് ലാർജസ്റ്റ് സർവൈവിംഗ് പോപ്പുലേഷൻ ഓഫ് നീൽഗിരി താർ. ഈ ഇരവികുളം നാഷണൽ പാർക്കിൽ തന്നെയാണ് നമ്മൾ നോർമലി നമ്മളെ നീലക്കുറിഞ്ഞിയൊക്കെ തന്നെ പൂക്കുന്നതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വാർത്തകൾ വരുന്നു. ഇരവികുളം നാഷണൽ പാർക്കിൽ ഉണ്ടെന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, അത്രയാണ് ആ ഒരു ആർട്ടിക്കിളിൽ മെയിൻലി പഠിക്കേണ്ടത് നീൽഗിരി താറിനെ കുറിച്ചാണ്. അപ്പൊ നീൽഗിരി താറിന്റെ സെൻസസ് നടത്താൻ പോകുന്ന കേരളവും തമിഴ്നാടും കൂടെ ജോയിൻലി April 26 തൊട്ട് നടത്താൻ പോകുന്നതാണ് വാർത്ത പറഞ്ഞത്. ഓക്കെ, ശരി. നീൽഗിരി താറിന്റെ കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇനി അവയുടെ പോപ്പുലേഷൻ ഏകദേശം 1800 2000 ഇടയിൽ മാത്രമാണെന്നുള്ള കാര്യം ഓർക്കുക. അതുകൊണ്ട് തന്നെയാണ് വൾണറബിൾ എൻഡേഞ്ചർഡ് പട്ടികയിൽ IUCN കൺസർവേഷനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആൻഡ് ക്ലോസസ്റ്റ് ലിവിംഗ് റിലേറ്റീവ്സ് ഷീപ്പാണ് ഈ നീലഗിരി താറിന്റെ ക്ലോസസ്റ്റ് ലിവിംഗ് റിലേറ്റീവ് എന്നുള്ള കാര്യം ഓർത്ത് വെച്ചാൽ കേട്ടോ. ഇത്രയാണ് ഈ ഒരു ആർട്ടിക്കിളിൽ നമ്മൾ പ്രധാനമായിട്ടും പഠിക്കാനായിട്ടുള്ളത്. Then third article, government approved 63,000 crore rupees deal for procuring Rafale M means marine jets എന്നുള്ളതാണ് ആർട്ടിക്കിളിന്റെ ഹെഡിങ് ആയിട്ട് അറിയിക്കുന്നത്. ഞാൻ തുടക്കത്തിൽ കാണിച്ച ഒരു ആർട്ടിക്കിളിന്റെ ഡീബ്രീഫിങ്ങിനകത്ത് അവിടെ 3000 എഴുതിയിരിക്കുക. 6 എന്നുള്ള വിട്ടുപോയത് കേട്ടോ, സോറി. 63 crores ആണ് തുടക്കത്തിൽ കാണിച്ചിരുന്ന. 3000 crore ഉണ്ടായിരുന്നു. സോറി. സോ 63 crore rupees deal for procuring Rafale marine jets. അപ്പൊ ഇവിടെ ഞാൻ എന്താണ് പഠിക്കുന്ന കാര്യം ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നു. Rafale marine jetsനെ കുറിച്ചാണ് പ്രധാനമായിട്ടും പഠിക്കേണ്ടത്. സോ anyway, these jets are designed and built by Dassault Aviation, ഫ്രഞ്ച് എയറോസ്പേസ് കമ്പനിയാണ്. അല്ലാതെ നമ്മുടെ ഇവിടെ നിർമ്മിക്കുന്നവയല്ല എന്നുള്ള കാര്യം ആദ്യം അറിഞ്ഞിരിക്കണം. പരീക്ഷയിൽ അങ്ങനെയൊക്കെ ചോദിച്ചേക്കാം. ഇന്ത്യൻ നിർമ്മിതമാണെന്നൊക്കെ പറഞ്ഞ് ചോദിച്ചേക്കാം. ഇന്ത്യയിലല്ല നിർമ്മിക്കുന്നത്. ഡസോൾട്ട് ഏവിയേഷൻ ഫ്രഞ്ച് എയറോസ്പേസ് കമ്പനിയാണ് നിർമ്മിക്കുന്നത്. ആൻഡ് ദേ ആർ മൾട്ടി റോൾ സിംഗിൾ സീറ്റ് വിമാനങ്ങളാണ്.
4+ generation, which is currently almost 4.5 ജനറേഷനിലേക്ക് പെടുന്ന ഫിഫ്ത് ജനറേഷൻ അല്ല എന്നുള്ള കാര്യം ഓർത്തിരിക്കാം. കറന്റ് ഫിഫ്ത് ജനറേഷനിൽ പെടുന്ന ഒരു വിമാനം ഇന്ത്യയിൽ ഇല്ല. ഇന്ത്യയിലെ ഫിഫ്ത് ജനറേഷനിൽ പെടുന്ന യുദ്ധവിമാനം ഇല്ല. അതിന്റെ പ്രൊക്യൂർമെന്റ് നടപടികൾ ഇന്ത്യയിൽ നടക്കുന്നത് മാത്രമേ ഉള്ളൂ. ഫിഫ്ത് ജനറേഷൻ വിമാനങ്ങളുടെ ഭാഗമാകാനായിട്ടാണ് കറന്റ് പറഞ്ഞ ഇതിൽ സുഖോയ് 57U വിമാനങ്ങളൊക്കെ ഇവിടെ കഴിഞ്ഞ 2 മാസം മുമ്പ് ബാംഗ്ലൂരിൽ നടന്ന എയറോ ഷോയിലൊക്കെ തന്നെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ റാഫേൽ വിമാനം എന്ന് പറയുന്ന 4+ ജനറേഷനിൽ വരുന്ന എന്നുള്ള കാര്യം ഓർത്തിരിക്കും. വിത്ത് അഡ്വാൻസ് ഏവിയോണിക്സ് നമ്മൾ പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഇവയെ നിലവിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു എയർഫോഴ്സിൽ കറന്റ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ എയർഫോഴ്സിൽ ഉപയോഗിക്കുന്നു ഇപ്പോൾ നമ്മൾ പ്രൊക്യൂർ ചെയ്യാൻ പോകുന്ന റൈറ്റ് സൈഡിൽ കാണുന്ന മറൈൻ വിഭാഗത്തിൽ പെടുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അറിഞ്ഞിരിക്കണം. സോ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെവിയർ എയർ ഫ്രെയിം ആയിരിക്കും ഡ്യൂ ടു അഡീഷണൽ റെയിൻഫോഴ്സ്മെന്റ് ഫോർ നേവൽ ഓപ്പറേഷൻസ്. നേവൽ ഓപ്പറേഷന്റെ ഭാഗമായിട്ട് ഇതിനെ മോഡിഫൈ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഇതിന് കുറച്ചുകൂടെ വെയിറ്റ് കൂടാനായിട്ടുള്ള ചാൻസ് ധാരണയുണ്ട്. ഒപ്റ്റിമൈസ്ഡ് റഡാർ ആൻഡ് ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റംസ് ഫോർ മറൈൻ ആപ്ലിക്കേഷന് വേണ്ടുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവും. പിന്നെ കാറ്റബോർ എന്ന് പറയുന്നത് കാറ്റപോൾട്ട് അസിസ്റ്റഡ് ടേക്ക് ഓഫ് ബാരിയർ അറസ്റ്റഡ് റിക്കവറി ആണ്. അതായത് നിങ്ങൾ ഒരു പക്ഷേ കണ്ടിട്ടുണ്ടാവും ഈ യുദ്ധവിമാനം മീൻസ് വിമാനവാഹിനി കപ്പലുകൾ എയർക്രാഫ്റ്റ് കാരിയേഴ്സ് എന്നൊക്കെ തന്നെ വിമാനങ്ങൾ ടേക്ക് ഓഫ് ചെയ്യുന്ന കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഷോർട്ടർ റൺവേസ് ആണല്ലോ എയർക്രാഫ്റ്റ് കാരിയേഴ്സിന് നോർമലി നമുക്ക് റൺവേ അധികം നീളമൊന്നുമില്ല. അപ്പോൾ ഷോർട്ടർ റൺവേസിൽ പെട്ടെന്ന് ടേക്ക് ഓഫ് ചെയ്യുന്നതിന് ഭാഗമായിട്ട് അഡീഷണൽ എക്യുപ്മെന്റ്സ് അവിടെ കണക്റ്റഡ് ആയിരിക്കും. അതുപോലെ ഷോർട്ടർ റൺവേയിൽ വിമാനങ്ങളൊന്ന് ലാൻഡ് ചെയ്യും പെട്ടെന്ന് തന്നെ അറസ്റ്റ് ചെയ്ത് ലാൻഡ് ചെയ്ത് നിർത്തുന്നതിന്റെ ഭാഗമായിട്ടുള്ളതാണ് കാറ്റബോറും അതുപോലെ സ്റ്റോബാറും. കാറ്റബോർ എന്ന് പറഞ്ഞാൽ കാറ്റപോൾട്ട് അസിസ്റ്റഡ് ടേക്ക് ഓഫ് ബാരിയർ അറസ്റ്റഡ് റിക്കവറി ആണ്. ആൻഡ് ഷോർട്ട് ടേക്ക് ഓഫ് ബാരിയർ അസിസ്റ്റഡ് റിക്കവറിയുടെ പേരാണ് സ്റ്റോബാർ എന്നുള്ളത്. ഓക്കെ, സോ അങ്ങനെയൊക്കെയുള്ള അഡീഷണൽ എക്യുപ്മെന്റ്സുകളൊക്കെ തന്നെ അതിന് സഹായിക്കുന്ന രീതിയിൽ വിമാനങ്ങളിൽ മീൻസ് സെറ്റപ്പ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ താരതമ്യേന ഹെവിയർ ആയിരിക്കും എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, സോ ദെൻ രണ്ടാമതാണ് ഈ ഒരു പ്രൊക്യൂർമെന്റിന് അനുമതി കൊടുത്തിരിക്കുന്ന ഡിഫൻസ് അക്യൂസിഷൻ കൗൺസിലെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ഡിഫൻസ് അക്യൂസിഷൻ കൗൺസിൽ ഇസ് ഹയസ്റ്റ് ഡിസിഷൻ മേക്കിംഗ് ബോഡി ഓഫ് ഡിഫൻസ് മിനിസ്ട്രി ഓൺ പ്രൊക്യൂർമെന്റ് ആണ്. ദ മേജർ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലേക്ക് വരുന്ന എക്സ്പെൻഡിച്ചർ ഡിഫൻസ് എക്യുപ്മെന്റ്സുകളൊക്കെ പ്രൊക്യൂർ ചെയ്യുന്നതിനുള്ള എക്സ്പെൻഡിച്ചേഴ്സ് ഒക്കെ പ്രോപ്പർ ആയിട്ടാണോ നടക്കുന്നത്, ബഡ്ജറ്ററി അലോക്കേഷൻസ് ഒക്കെ പ്രോപ്പർ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിക്കാനായിട്ടാണ് ഡിഫൻസ് അക്യൂസിഷൻ കൗൺസിൽ ഉള്ളത്. പരീക്ഷകളിൽ ചോദിക്കാറുള്ളതാണ്. ഇതിന്റെ ചെയർമാൻ ആരാണ്? ഡിഫൻസ് അക്യൂസിഷൻ കൗൺസിലിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് യൂണിയൻ ഡിഫൻസ് മിനിസ്റ്റർ ആയിരിക്കും എന്നുള്ള കാര്യം നോക്കുക. പരീക്ഷയിൽ ചോദിക്കാൻ പോകുന്ന മേ ബി പ്രസിഡന്റ് ആയിരിക്കും അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർ ആയിരിക്കും എന്ന രീതിയിലായിരിക്കും ചോദിക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ചോദിച്ചാൽ തെറ്റാണ്. ഡിഫൻസ് മിനിസ്റ്റർ ആണ് ഡിഫൻസ് അക്യൂസിഷൻ കൗൺസിലിന്റെ ചെയർമാൻ. ആൻഡ് അതർ മെമ്പേഴ്സ് ഇൻക്ലൂഡ് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ഉണ്ട് ആൻഡ് ചീഫ് ഓഫ് ആർമി നേവി എയർഫോഴ്സിലൊക്കെ തന്നെ ചീഫുകളും ഈ ഒരു ഡിഫൻസ് അക്യൂസിഷൻ കൗൺസിൽ ഉണ്ടെന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. ദെൻ ഈ ഒരു കൗൺസിലിന്റെ ഫോർമേഷൻ നമ്മൾ കൊണ്ടുപോകാൻ കാരണം പോസ്റ്റ് കാർഗിൽ വാർ ആണ്. ആ പോസ്റ്റ് കാർഗിൽ വാർ 2001 പോസ്റ്റ് കാർഗിൽ വാറിന് ശേഷമാണ് നമ്മൾ നാഷണൽ സെക്യൂരിറ്റി സിസ്റ്റം റിഫോം ചെയ്യണം എന്നുള്ളതിന്റെ റെക്കമെൻഡേഷൻ പ്രകാരം ഈ ഡിഫൻസ് അക്യൂസിഷൻ കൗൺസിൽ രൂപീകരിച്ചെന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. ഇത്രയാണ് ആ ഒരു ആർട്ടിക്കിൾ എന്ന് പ്രധാനമായിട്ട് നോക്കേണ്ടത്. പിന്നെ ഈ ഒരു ആർട്ടിക്കിൾ പറയുന്നുണ്ട് കറന്റ് നമ്മളിപ്പം റാഫേൽ മറൈൻ വിമാനങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ എയർക്രാഫ്റ്റ് കാരിയറിലേക്കാണ് ഉദ്ദേശിക്കുന്നത്. ഏകദേശം 36 റഫേൽ ജെറ്റുകളാണ് വാങ്ങാനായിട്ട് പോകുന്നത്. സോ ഇതിനകത്ത് നമുക്ക് കറന്റ് 2 എയർക്രാഫ്റ്റ് കാരിയേഴ്സ് ആണ് ഉള്ളത് എന്നുള്ള കാര്യം ഓർക്കണം. ഒന്ന് INS വിക്രമാദിത്യ. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ റഷ്യയിൽ നിന്നും പ്രൊക്യൂർ ചെയ്താണ് INS വിക്രമാദിത്യ. പിന്നെ രണ്ടാമതാണ് നമ്മൾ ഇൻഡിജിനസ്ലി ബിൽഡ് ചെയ്ത INS വിക്രാന്ത്. നമ്മുടെ കൊച്ചിൻ കപ്പൽശാലയിലാണ്, കൊച്ചിൻ ഷിപ്പ്യാർഡിലാണ് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത് INS വിക്രാന്ത് കേട്ടോ. അപ്പൊ INS വിക്രാന്തും INS വിക്രമാദിത്യയാണ് കറന്റ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്, ഇന്ത്യൻ നേവി ഓപ്പറേറ്റ് ചെയ്യുന്ന 2 എയർക്രാഫ്റ്റ് കാരിയേഴ്സ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, ഇത്രയാണ് ആ ആർട്ടിക്കിളിൽ നിന്ന് പഠിക്കേണ്ടത്. ദെൻ നാലാമത്തെ ആർട്ടിക്കിൾ ന്യൂ സ്കീം ടു മോഡേണൈസ് ഇറിഗേഷൻ നെറ്റ്വർക്ക് ഗെറ്റ്സ് ക്യാബിനറ്റ് നോട്ട് എന്നുള്ളതാണ് ആർട്ടിക്കിൾ ഹെഡ്ലൈൻ. ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് പുതിയൊരു സ്കീമായിട്ട് പറയാൻ പറ്റത്തില്ല. ഓൾറെഡി നമ്മളിവിടെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജനയുടെ ഒരു അപ്ഡേറ്റഡ് ആണ്, ഇവിടെ അപ്ഡേഷൻ ആണ് കൃത്യമായിട്ട് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് PM കൃഷി സിഞ്ചായി യോജന എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കാം. സോ പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന വാസ് ലോഞ്ച്ഡ് ഇൻ 2015 ടു ഇംപ്രൂവ് ഫാം പ്രൊഡക്ടിവിറ്റി. കാരണം നമ്മളിവിടെ ശരിക്കും പറഞ്ഞാൽ കാർഷിക മേഖലയിൽ നമുക്ക് കൃത്യമായിട്ടുള്ള പ്രൊഡക്ഷൻ ഉണ്ടാവണം, എങ്കിലേ നമുക്ക് സെൽഫ് സസ്റ്റൈൻ ആയിട്ട് മാറാനായിട്ട് സാധിക്കുകയുള്ളൂ. പക്ഷെ നമ്മൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ് ഭൂമിയുടെ അളവ് താരതമ്യം കുറഞ്ഞുകൊണ്ടിരിക്കും. കൃഷി ഭൂമിയുടെ അളവ് താരതമ്യം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഉള്ള ഭൂമിയിൽ നിന്ന് നമുക്ക് മാക്സിമം പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കണം. വിച്ച് മീൻസ് നമ്മൾ നല്ല ഇനം വിത്തുകളൊക്കെ ഉപയോഗിക്കേണ്ടി വന്നേക്കാം. പക്ഷെ നല്ല ഇനം വിത്തുകൾ ഉപയോഗിക്കുമ്പോൾ അതിനനുസരിച്ച് കൃത്യമായ രീതിയിൽ അവയ്ക്ക് വാട്ടർ സപ്ലൈ ചെയ്യാൻ നമുക്ക് സാധിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ റെയിനെ മാത്രം, മഴയെ മാത്രം ആശ്രയിക്കാൻ പറ്റത്തില്ല. കാരണം ത്രൂ ഔട്ട് ദി ഇയർ നമുക്ക് മഴ കിട്ടുന്ന ഒരു സ്ഥലങ്ങളൊന്നും അല്ല അധികം നമ്മുടെ രാജ്യത്തുള്ളത്. അതുകൊണ്ട് തന്നെ വി ഹാവ് ടു ഡിപ്പെൻഡ് ഓൺ ഇറിഗേഷൻസ്. ആർട്ടിഫിഷ്യൽ ഇറിഗേഷൻ സിസ്റ്റത്തെ നമ്മൾ ആശ്രയിക്കേണ്ടതായിട്ടുണ്ട് ഫോർ ദ ബെറ്റർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സ് ഇൻ കൺട്രി. അപ്പോൾ അങ്ങനെ ഇറിഗേഷൻ സിസ്റ്റം ഉപയോഗിക്കുമ്പോഴേക്കും പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ ഉപയോഗിച്ച കനാൽ സിസ്റ്റം ഒക്കെ തന്നെയാണ്. ഈ കനാൽ സിസ്റ്റം എന്ന് പറയുന്നത് വളരെ എഫിഷ്യന്റ് ഒന്നും ആയിരുന്നില്ല. വെള്ളമൊക്കെ ഒരുപാട് ലീക്കേജ് ആയി പോകുന്നു, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ പ്രോപ്പർ ആയിട്ട് ആ ഇറിഗേഷൻ സിസ്റ്റത്തെ തന്നെ മുന്നോട്ട് കൊണ്ടുവരിക, വാട്ടർ എഫിഷ്യൻസി വർദ്ധിപ്പിക്കുക. വാട്ടർ എഫിഷ്യൻസി പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം ഈ പറഞ്ഞ പോലെ ഒരു തുള്ളി പോലും നഷ്ടപ്പെടാതെ മാക്സിമം പെർ ഡ്രോപ്പ് പെർ ക്രോപ്പ് ആണ്, മോർ ക്രോപ്പ് പെർ ഡ്രോപ്പ്, ഓരോ തുള്ളിയിലും കൂടുതൽ വിളകൾ വിളയിപ്പിച്ചെടുക്കുക എന്നുള്ള ലക്ഷ്യമൊക്കെയാണ് ഈ പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജനയ്ക്കുള്ളത്. സോ കൺവർജൻസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഇറിഗേഷൻ അറ്റ് ദി ഫീൽഡ് ലെവൽ ആൻഡ് എക്സ്പാൻഡ് കൾട്ടിവബിൾ ഏരിയ അണ്ടർ ഇറിഗേഷനിലെ കൾട്ടിവബിൾ ഏരിയ ഇൻക്രീസ് ചെയ്യുക,
ഓൺ ഫാം വാട്ടർ യൂസ് എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുക, ഫാമിംഗ് ലാൻഡിലെ വാട്ടർ യൂസിന്റെ എഫിഷ്യൻസി വർദ്ധിപ്പിക്കുക, ദെൻ അവിടെ ഉണ്ടാകുന്ന വാട്ടറിന്റെ വേസ്റ്റേജ് മാക്സിമം റെഡ്യൂസ് ചെയ്യുക, വാട്ടർ വേസ്റ്റേജ് മാക്സിമം റെഡ്യൂസ് ചെയ്യുക, ദെൻ എൻഹാൻസ് അഡോപ്ഷൻ ഓഫ് ബീങ് പ്രിസൈസ് ഇൻ ഇറിഗേഷൻ, പ്രിസൈസ് ഇറിഗേഷൻ ടെക്നോളജീസ് അഡോപ്റ്റ് ചെയ്യുക. എന്താണ് പ്രിസൈസ് ഇറിഗേഷൻ ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്? നമ്മൾ മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ഇറിഗേഷൻ രീതികൾ ലൈക്ക് പറയുവാണെങ്കിൽ നമ്മുടെ ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റംസ്, ഇങ്ങനെയൊക്കെയുള്ള പ്രിസൈസ് ആയിട്ടുള്ള ഇറിഗേഷൻ സിസ്റ്റംസ് ഉപയോഗിക്കുക, വാട്ടർ സേവിംഗ് ടെക്നോളജീസ് അഡോപ്റ്റ് ചെയ്യുക, സെൻസസ് ഒക്കെ വെച്ചിട്ട് വാട്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള ഇന്റർനെറ്റ് ഓഫ് തിങ്സ് ഒക്കെ വെച്ചിട്ട് കൺട്രോൾ ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള രീതിയിലൂടെ ഇറിഗേഷൻസിനെ ഉപയോഗിച്ച് മാക്സിമം ക്രോപ്പ്, ഈ പറഞ്ഞ പോലെ ഓരോ തുള്ളിയിൽ മോർ ക്രോപ്പ് പെർ ഡ്രോപ്പ് എന്നുള്ള സിസ്റ്റം വളർത്തിയെടുക്കുക എന്നുള്ളതാണ് PM കൃഷി ജയ യോജനയുടെ ഉദ്ദേശിക്കുന്നത്. ഇതൊരു സെൻട്രലി സ്പോൺസർഡ് സ്കീം എന്നുള്ള കാര്യം ഓർക്കണം. വിച്ച് മീൻസ് സ്റ്റേറ്റ് ഗവൺമെന്റുകളുടെ സഹകരണത്തിലൂടെ നടത്തുന്ന സെൻട്രൽ ഗവൺമെന്റ് മിനിസ്ട്രി ഓഫ് ജലശക്തിയുടെ ഭാഗമായിട്ടാണ് ഈ ഒരു സ്കീമും ഇവിടെ നടപ്പാക്കിയിരിക്കുന്നത്. ശരിവേ ഇതായിട്ടുള്ളതാണ് ഈ ഒരു ടോപ്പിക്കിനകത്തുള്ളത്. ആ ഒരു സ്കീമിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം, കാരണം സ്കീംസ് ഒക്കെ നമുക്ക് പ്രിലിംസിന് പല രീതിയിലും ചോദിക്കാറുള്ളതാണ്. ഓക്കെ, ശരി, ലാസ്റ്റ് ടോപ്പിക് ആണ് ചാർജ്ഡ് വാട്ടർ മേക്സ് എ സ്മോളർ സ്പ്ലാഷ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സയൻസ് ആൻഡ് ടെക്നോളജി ഇപ്പൊ ഇത്തരത്തിൽ പലപ്പോഴും ഓരോ വർഷവും UPSC ചോദ്യം ചോദിക്കാറുണ്ട്. ഒരു പർട്ടിക്കുലർ ടേം തന്നിട്ട് ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത്, റീസെന്റ് സീൻ ഇൻ ന്യൂസ് എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കാറുണ്ട്. അങ്ങനെ ടെർമിനോളജി ഞാൻ ഇതിനകത്ത് കണ്ടുകൊണ്ടാണ് ഈ ഒരു ആർട്ടിക്കിൾ ആഡ് ചെയ്തത്. ഇതിനകത്ത് വേറൊന്നുമില്ല, നമ്മളിപ്പം വെള്ളം വീഴുമ്പോൾ ഒരു പ്രതലത്തിലേക്ക്, ഒരു സർഫസിലേക്ക് നമ്മൾ വെള്ളം, ഈ പറഞ്ഞ ഒരു ഡ്രോപ്പ് വാട്ടർ മേളിൽ നിന്ന് ഇങ്ങനെ വീഴ്ത്തി കഴിയുമ്പോഴേക്കും നമുക്കറിയാം അത് ഓട്ടോമാറ്റിക് സ്പ്ലാഷ് ചെയ്യും, ചെതറിപ്പോവും അല്ലെ. അപ്പൊ ഇങ്ങനെ വെള്ളം ചെതറി പോകുമ്പോൾ, അതിനകത്ത് പീൽ ചെയ്ത് പോകുമ്പോൾ അതിലെ ഒരു നേർത്ത ലെയർ, ഒരു എന്താ തിൻ ലെയർ ഓഫ് വാട്ടറിന് പറയുന്ന പേരാണ് ലാമെല്ല കേട്ടോ. അപ്പൊ അത് ഓർത്തിരിക്കുക, ലാമെല്ല എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് ലിഫ്റ്റഡ് അപ്പ് ഫ്രം ദ സർഫസ് ബൈ എ തിൻ ലെയർ ഓഫ് ഗ്യാസ്. ഓക്കെ, ഒരു പീൽ ഓഫ് ഫ്രം ദ ഡ്രോപ്പ് ആണ്. ആ തുള്ളിയിൽ നിന്നും ചെതറി പോകുന്ന ഒരു പീൽ ഡ്രോപ്പിന് പറയുന്ന പേരാണ് ലാമെല്ല എന്ന് പറയുന്നത്. ഷീറ്റ് ഓഫ് ലിക്വിഡ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അപ്പൊ ഈ ഒരു ലാമെല്ല ഈ പറഞ്ഞ ഇതിൽ എത്രത്തോളം അതവിടെ ഈ പറഞ്ഞ ഇതിൽ സ്പ്ലാഷ് ആകുന്നു അതിനനുസരിച്ച് മീൻസ് വേറൊന്നുമില്ല. ഇപ്പം എന്താ പറയാ, നമ്മൾ ഇതിന്റെ മെയിൻ ആപ്ലിക്കേഷൻ ഞാൻ പറഞ്ഞ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഇവിടെ നമ്മൾ ഇങ്ക്, ഇപ്പം പ്രിന്റേഴ്സ് ഒക്കെ നമ്മൾ പലപ്പോഴും ഈ പേപ്പറിലേക്ക് മഷി പറഞ്ഞ പോലെ സ്പ്ലാഷ് ചെയ്തിട്ടൊക്കെയാണ് അവിടെ നമ്മൾ ആ പ്രിന്റിംഗ് പ്രോസസ് നടത്തുന്നത്. അവിടെ ആ സ്പ്ലാഷിംഗ് കറക്റ്റ് അല്ലാതെ വരുമ്പോഴാണ് നമ്മുടെ പലപ്പോഴും ആ പ്രിന്റിംഗ് പ്രോപ്പർ ആയിട്ട് നടക്കത്തില്ല. അപ്പോൾ അതിനൊക്കെ രീതിയിൽ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കണ്ടുപിടുത്തമാണ് ഇപ്പം ശാസ്ത്ര സമൂഹം നടത്തിയിരിക്കുന്നത്. അതായത് ഇപ്പൊ നമ്മൾ മുകളിൽ നിന്നാണെങ്കിൽ ഒരു ഡ്രോപ്പ് സ്പ്രേ ചെയ്യുമ്പോഴേക്കും നോർമലി വെച്ച് കഴിഞ്ഞാൽ സ്പ്ലാഷ് ചെയ്ത് പോകും. പക്ഷേ ഒരു ഇലക്ട്രിക് ഫീൽഡിലൂടെ കടത്തി വിട്ട് കഴിഞ്ഞാൽ, ഒരു ഇലക്ട്രിക് ഫീൽഡിലൂടെ ഈ വെള്ളത്തുള്ളിയെ കടത്തി വിട്ട് കഴിഞ്ഞാൽ ആ വാട്ടർ ഡ്രോപ്പിനകത്ത് ചാർജ് അക്വയർ ചെയ്യുന്നതാണ് പറയപ്പെടുന്നത്. അങ്ങനെ അക്വയർ ചെയ്യുന്ന ഡ്രോപ്പിന്റെ താഴെ വന്ന് വീണ് കഴിഞ്ഞാൽ നോർമലി ഉള്ള ഒരു അവസ്ഥയെക്കായാലും ചെതറത്തില്ല, സ്പ്ലാഷ് ആകുന്നില്ല എന്നുള്ളതാണ് ശാസ്ത്ര സമൂഹം ഇപ്പം കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇവിടെ സ്പ്ലാഷിംഗ് ഒക്കർ ചെയ്യാനുള്ള ഇമ്പോർട്ടന്റ് ഫിസിക്കൽ ഫിനോമിനൻ ആയിട്ട് ഈ ചാർജിനെ പരിഗണിക്കുന്നുണ്ട്. ചാർജ്ഡ് വാട്ടർ കണ്ടന്റ് ആണെങ്കിൽ സ്പ്ലാഷിംഗ് വളരെയധികം കുറവായിരിക്കും. ഇതിനു വേണ്ടി ഒരു ചെയ്തു പറഞ്ഞാൽ ഒരു ലൂപ്പ് ഉണ്ടാക്കി, ഒരു കമ്പി കൊണ്ട് ഒരു ചെറിയ ലൂപ്പ് ഉണ്ടാക്കി ആ ലൂപ്പിനകത്തേക്കാണ് ഈ വെള്ളം സിറിഞ്ച് ഉപയോഗിച്ച് ഇറ്റിറ്റ് വീഴ്ചത്. ആ ലൂപ്പിലൂടെ ഈ വെള്ളം കടന്നു പോകുമ്പോൾ ആ ലൂപ്പിനകത്ത് ചാർജ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കടന്നു പോകുന്ന വെള്ളത്തിനകത്ത് ചാർജ് അക്വയർ ചെയ്യുകയും അത് വന്നിട്ട് നിലത്ത് വീണ് കഴിയുമ്പോഴേക്കുമാണ് സ്പ്ലാഷിന്റെ അളവ് വളരെ വളരെ കുറയുന്നത്. അപ്പൊ അതിലൂടെ നമുക്ക് തെളിയിച്ച ഒരു സയൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കൃത്യമായ അളവിൽ ആ ഒരു കറണ്ട് ആ ഒരു ഡ്രോപ്ലേറ്റിലേക്ക് പാസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ സീറോ സ്പില്ലേജിലൂടെ നമുക്ക് സീറോ സ്പ്ലാഷിൽ അക്വയർ ചെയ്യാൻ പറ്റുമെന്നാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പൊ സീറോ സ്പ്ലാഷ് അക്വയർ എന്ന് പറയുമ്പോഴേക്കും അതിന് വളരെയധികം ഈ പറഞ്ഞ ഇതിൽ എന്താ പറയുക ടെക്നിക്കൽ ആയിട്ടുള്ള രീതിയിൽ ഉപയോഗങ്ങൾ നമുക്ക് പറയേണ്ടി വരും. ഇപ്പോൾ ഉദാഹരണത്തിന് ബയോടെക്നോളജി മേഖലയിൽ വേണ്ടി പറയാം, അല്ലെങ്കിൽ ആംസ് ആൻഡ് അമ്യൂണിഷൻസ്, ഇങ്ങനെയൊക്കെയുള്ള പല മേഖലകളിൽ നമുക്ക് ഇതിന്റെ ഉപയോഗം ചിലപ്പോൾ ഉണ്ടായേക്കാം. അപ്പൊ അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു വഴിയാണ്, ഒരു റോഡാണ് ഇപ്പോൾ സയന്റിസ്റ്റിന്റെ ഈ ഒരു കണ്ടുപിടുത്തം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. സോ വെൻ എ ചാർജ് ഡ്രോപ്പ് ഹിറ്റ് ദ സർഫസ് ലാമെല്ല വാസ് ഫോം ബട്ട് ഇറ്റ് ഡിഡ്ന്റ് ലിഫ്റ്റ്. അതാണ് പ്രത്യേകത. അതായത് ലാമെല്ല തിൻ ലെയർ ഫോം ചെയ്യുന്നുണ്ട്, പക്ഷേ ഈ സ്പ്ലാഷ് ഉണ്ടാകുന്നപ്പോഴും ഇവിടെ തന്നെ ഈ ഒരു പിക്സലിൽ നിന്ന് കാണാൻ പറ്റും. ഇവിടെ ഈ സ്പ്ലാഷ് ഉണ്ടാകുന്നപ്പോഴാണ് നിലത്ത് വന്ന് വീണ തുള്ളിയിൽ നിന്നും ഈ ലാമെല്ലാസ് ഉണ്ടോ ഷോർട്ട് ലെയർ, ആ ലാമെല്ല ലിഫ്റ്റ് ചെയ്യും, പൊക്കത്തേക്ക് ലിഫ്റ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് ചെതറിപ്പോകുന്നത്. പക്ഷെ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ചാർജ് ഡ്രോപ്പിലേക്ക് കൊടുക്കുമ്പോഴേക്കും ലാമെല്ല തിൻ ലെയർ ഉണ്ടാകുന്നുണ്ട്, പക്ഷെ സ്പ്ലാഷ് ചെയ്യുന്നുണ്ട്. വിച്ച് മീൻസ് സ്പ്ലാഷ് ചെയ്യുന്നില്ല, വിച്ച് മീൻസ് അത് അധികം ഹൈറ്റിലേക്ക് പോകുന്നില്ല. അധികം ഹൈറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ അതിന്റെ ചാർജ് എന്ത് ചെയ്യുകയാണ്, അതിനെ ഗ്രാവിറ്റിയിലേക്ക് താഴേക്ക് പിടിച്ചു വലിക്കുകയാണ് ചെയ്യുന്നത്. സോ അതാണ് അക്കോർഡിംഗ് ടു ഗ്രൂപ്പ് സ്പ്ലാഷിംഗ് ക്യാൻ ബി പ്രിവെന്റഡ് ഓൾ ടുഗദർ ഇഫ് ദ വാട്ടർ ഡ്രോപ്പ് ഫോളിംഗ് ഓൺ എ ഹാർഡ് സർഫസ് ഇലക്ട്രിക്കലി ചാർജ്. അതാണ് ആ ഗ്രൂപ്പ് കണ്ടുപിടിച്ച ഒരു പോയിന്റ്. സ്പ്ലാഷിംഗ് വേണമെങ്കിൽ നമുക്ക് കംപ്ലീറ്റ്ലി പ്രിവെന്റ് ചെയ്യാൻ സാധിക്കും. ദ വാട്ടർ ഡ്രോപ്പ് ഫോളിംഗ് ഓൺ എ ഹാർഡ് സർഫസ് ഇലക്ട്രിക്കലി ചാർജ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ. അത് വളരെ സിമ്പിൾ ആയിരുന്നു, ബട്ട് അത് വളരെ എന്താ പറയുക വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കണ്ടുപിടുത്തമായിട്ട് വേണം നിങ്ങൾക്ക് പറയേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ലാമെല്ല എന്നുള്ള പേര് ഓർത്തിരിക്കണം, പരീക്ഷകളൊക്കെ ചോദിക്കാം. ഓക്കെ, ദെൻ ലാസ്റ്റ് നമ്മുടെ മാപ്പിംഗ് ആണ്. ഇതിനകത്ത് മാപ്പിംഗിനെ നമ്മൾ നോക്കുന്നത് ബ്ലാക്ക് സീയുമായിട്ട് ബന്ധപ്പെട്ടാണ്. സോ ബ്ലാക്ക് സീയുടെ ആദ്യം തന്നെ നെയ്ബറിംഗ് കൺട്രീസ് നമുക്ക് പഠിച്ചിരിക്കാം. സോ സ്റ്റാർട്ടിംഗ് റൈറ്റ് റഷ്യ. അപ്പൊ റഷ്യ ആയിട്ട് തുടങ്ങുവാണെങ്കിൽ റഷ്യ ഉണ്ട്, ജോർജിയ, ടർക്കി, ദെൻ ബൾഗേറിയ, റൊമാനിയ, ഉക്രൈൻ കേട്ടോ.
സി ഓഫ് അസോവ് പി വൈക്കിൽ ചോദിച്ചിട്ടുള്ളതാണ്. ബ്ലാക്ക് സീ പി വൈക്കിൽ ചോദിച്ചിട്ടുള്ളതാണ് ബോർഡറിംഗ് കൺട്രീസ്. സി ഓഫ് അസോവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉക്രൈനും അതുപോലെ റഷ്യയ്ക്കും ഇടയിലാണെന്നുള്ള കാര്യം ഓർക്കുക. ആൻഡ് ദ സി ഓഫ് എസ് ഇസ് ഓപ്പൺ ടു ബ്ലാക്ക് സീ ആണ്. ബ്ലാക്ക് സീയിലേക്കാണ് ഇത് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ആൻഡ് ദ ബ്ലാക്ക് സീ എന്ന് പറയുന്നത് മർമറ സീയിലേക്ക് ഓപ്പൺഡ് ആണ്. മർമറ സീയിലേക്ക് ബ്ലാക്ക് സീ കണക്ട് ചെയ്യുന്ന സ്ട്രീറ്റിന്റെ പേരാണ് ബോസ്ഫോറസ് സ്ട്രീറ്റ്. നാരോ ചാനലാണ് ബോസ്ഫോറസ് സ്ട്രീറ്റ്. ആൻഡ് ദ മർമറ സീയെ ഏജിയൻ സീയിലേക്ക് കണക്ട് ചെയ്യുന്ന നാരോ പാസേജ് എന്ന് പറയുന്ന പേരാണ് ഡാർണലസ് സ്ട്രീറ്റ് എന്നുള്ള കാര്യം ഓർക്കുക. ആൻഡ് ദ ഏജൻസി ഈസ് ഓപ്പൺ ടു മെഡിറ്ററേനിയൻ സീ. അപ്പോൾ ഉക്രൈനിൽ നിന്നും സി ഓഫ് റഷ്യയിൽ നിന്നും ഒക്കെ തന്നെ ചരക്കുകൾ മെഡിറ്ററേനിയൻ കടലിലേക്ക് എത്തുന്ന ഇതുവഴിയാണ്. ഇപ്പം റഷ്യയിൽ നിന്നൊക്കെ ആണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ സി ഓഫ് അസോവിലൂടെയാണ്, അല്ലെങ്കിൽ ഇവിടെ ഓപ്പൺ ഏരിയ ഉണ്ട്. എന്തായാലും ബ്ലാക്ക് സീയിൽ എത്തി അവിടെ നിന്നാണ് ചരക്കുകൾ ഉക്രൈനിൽ നിന്നും റഷ്യയിൽ നിന്നും മർമറ സീ ക്രോസ് ചെയ്ത് ഏജിയൻ സീ ക്രോസ് ചെയ്ത് ഇങ്ങനെ മെഡിറ്ററേനിയനിലേക്ക് എത്തുന്നുള്ള കാര്യം ഓർത്ത് വെച്ചു കേട്ടോ. അപ്പൊ ഇവിടെ ഇപ്പം നിലവിൽ ഉക്രൈൻ റഷ്യ തമ്മിലുള്ള ഒരു എന്താ പറയാ യുദ്ധമൊക്കെ ഉണ്ടല്ലോ, നമ്മൾ വാർത്തയിൽ കേൾക്കുന്നുണ്ട്. ആ ഒരു യുദ്ധം കാരണം പലപ്പോഴും ബ്ലാക്ക് സീയിലൂടെ ഈ പറഞ്ഞ രീതിയിൽ കപ്പലുകൾക്ക് സ്മൂത്ത് ആയിട്ട് പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ബിക്കോസ് ആക്രമിക്കപ്പെടുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. അതുപ്രകാരം ഉക്രൈനിലൊക്കെ തന്നെ ഒരുപാട് ചരക്ക് ഗതാഗതങ്ങൾ നിന്നു പോയിട്ടുണ്ടായിരുന്നു, എസ്പെഷ്യലി ഫുഡ് ഗ്രെയിൻസുമായിട്ട് ബന്ധപ്പെട്ട്. അങ്ങനെ ഫുഡ് ഗ്രെയിൻസിന്റെ വില അന്താരാഷ്ട്ര ഗ്ലോബൽ മാർക്കറ്റിൽ ഉയരുന്ന ഒരു സാഹചര്യത്തിൽ ഈ പറഞ്ഞ രീതിയിൽ ബ്ലാക്ക് സീ ഗ്രെയിൻ ഇനീഷ്യേറ്റീവ് എന്ന് പറഞ്ഞ ഇനീഷ്യേറ്റീവ് ഒക്കെ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഈ ചരക്കുകൾ എസ്പെഷ്യലി ഫുഡ് ഗ്രെയിൻസുമായിട്ട് പോകുന്ന ചരക്ക് കപ്പലുകളെ ആക്രമിക്കാതിരിക്കുക എന്നുള്ളതുമായിട്ട് ബന്ധപ്പെട്ട റഷ്യ ഉക്രൈൻ ഒക്കെ ആയിട്ട് ചേർന്ന് ഉണ്ടാക്കിയ, ടർക്കി ഒക്കെ ആയിട്ട് ചേർന്ന് ഉണ്ടാക്കിയ ഒരു എഗ്രിമെന്റ് ആയിരുന്നു ബ്ലാക്ക് സീ ഗ്രെയിൻ ഇനീഷ്യേറ്റീവ്. അതിൽ നിന്നും റീസെന്റ് റഷ്യ പിന്മാറിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടും ആണ് ബ്ലാക്ക് സീ എന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ്. കൃത്യമായിട്ട് ഓർത്ത് വെച്ചേക്കും. ഒന്നുകൂടെ നമുക്ക് പറയാം, ബോർഡറിംഗ് കൺട്രീസ് റഷ്യ, ജോർജിയ, ടർക്കി, ബൾഗേറിയ, റൊമാനിയ ആൻഡ് ഉക്രൈൻ ആണ്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. ഇത്രയാണ് ഇന്നത്തെ DNA സെഷനിൽ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത്. അപ്പൊ ഇന്ന് ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് എല്ലാം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു.